ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിലെ ഏറ്റവും പുണ്യമേറിയ തീർത്ഥാടനങ്ങളൊന്നായ പിറവം നാലമ്പല ദർശനത്തിന് പോകുകയാണ്. ശ്രീരാമൻ്റെയും സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ പേരിലുള്ള 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം സന്ദർശിക്കുന്നതിനാണ് നാലമ്പല ദർശനം. ഭക്തിയോടെയും പ്രാർത്ഥനയുടെയും ഈ യാത്രയിൽ നടക്കുമ്പോൾ ഐശ്വര്യവും മനസ്സമാധാനവും ലഭിക്കുമെന്നുമാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ആദ്യത്തെ ദർശനം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ശാന്തമായ അന്തരീക്ഷവും ഭക്തിനിർഭരമായ അനുഭവങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ശ്രീരാമനെ ദർശിച്ച് അനുഗ്രഹം തേടാം. എറണാകുളത്ത് നിന്നും ഏകദേശം 34 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശ്രീരാമൻ്റെ ടെമ്പിളിൽ നിന്ന് ഭരതസ്വാമി ടെമ്പിളിലേക്ക് ഏകദേശം 4.5 കിലോമീറ്ററാണ് ഉള്ളത്. പിന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ദുർഗാദേവിയും ഭഗവതിയും ഇരിപ്പുണ്ട്. അവിടെയും നമുക്ക് തൊഴാം. അതിൻ്റെ താഴെ തന്നെയാണ് പുഴ പോകുന്നുണ്ട്. പുഴയുടെ അവിടെ മീനൂട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരു മീനൂട്ടിൻ്റെ ചെറിയൊരു പാത്രത്തിന് 10 രൂപയേ ഉള്ളൂ. അപ്പം അമ്മൂന് അത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി, അവൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമില്ല, അപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് 10 രൂപ കുറച്ചുണ്ടാവുള്ളൂ, നമുക്കത് ഇട്ട് കൊടുക്കാം. നല്ല ഒഴുക്കുണ്ടായിരുന്നു പുഴയിൽ. പിന്നെ അവിടെയൊക്കെ കണ്ട് തൊഴുതിന് ശേഷം ഞങ്ങളിനി നേരെ ഭരതസ്വാമി ടെമ്പിളിലേക്കാണ് പോകുന്നത്. ശ്രീരാമനോടുള്ള ഭരതൻ്റെ സ്നേഹവും സഹോദര ഭക്തിയും ഓർമ്മിപ്പിക്കുന്ന പുണ്യസ്ഥലമാണ് നമ്മുടെ ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. നമ്മുടെ ഭരതസ്വാമി ടെമ്പിളിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും ലക്ഷ്മണസ്വാമി ടെമ്പിളിലോട്ട് പോകാനായിട്ട്. ഇനി യാത്ര തുടരുന്നത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമന്റെ ജീവിതയാത്ര നിഴലുപോലെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ സമർപ്പണവും വിശ്വാസതയും ഈ ക്ഷേത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അമ്പലവും നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു. തിരക്കൊന്നുമില്ലാതെ നമുക്ക് സമാധാനമായിട്ട് നന്നായിട്ട് തൊഴാൻ പറ്റി ഭഗവാനെ. അതേപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയിരുന്നു. അവൽ നനച്ചതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ വീട്ടിൽ നനച്ചാലൊന്നും ആ ഒരു രുചി കിട്ടില്ല. അത്രമാത്രം ടേസ്റ്റായിരുന്നു അവിടുത്തെ അവൽ പ്രസാദം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവസാനമായി നമ്മൾ എത്തുന്നത് നെടുമങ്ങാട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ 4 ക്ഷേത്രങ്ങളും ഒരേ ദിവസം ഭക്തിപൂർവ്വം സന്ദർശിക്കുന്നതും ആത്മീയമായ ഒരു അനുഭവം തന്നെയാണ്. കർക്കിടക മാസത്തിലെ ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ യാത്ര നടത്തുന്നത്. ഈ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. 7:30 ആവാറായി. പെട്ടെന്ന് തന്നെ ഇപ്പുറത്തോട്ട് അമ്പലത്തിലോട്ട് വന്ന് ഇനി നമ്മൾ ഇവിടെ തൊഴുതതിന് ശേഷം നമുക്ക് തിരിച്ച് രാമനെ പോയി കണ്ട് രാമനോട് തൊഴണം. അപ്പോഴേ നമ്മുടെ ഈ അമ്പലത്തിൽ നാലമ്പല ദർശനം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ നമ്മളിവിടെ വേഗം തന്നെ ഇവിടുന്ന് തൊഴുത് ഇറങ്ങി ഏകദേശം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് 9 കിലോമീറ്ററാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് രാമനെ തൊഴാനായിട്ട് പോകേണ്ട ക്ഷേത്രത്തിൻ്റെ കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാമൻ്റെ ക്ഷേത്രത്തിലോട്ട് വേഗം വന്നായിരുന്നു. ഏകദേശം ഞങ്ങളൊരു 8 മണിയായപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയത്. അമ്പലത്തിൽ എത്തിയതും ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി തൊഴുത് നട അടക്കാറായിരുന്നു. അതുകൊണ്ട് വേഗം കയറി തൊഴുതായിരുന്നു. തൊഴുത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ നാലമ്പല ദർശനം കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് അതും കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ നല്ലൊരു കഞ്ഞി കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഭഗവാന്റെ കഞ്ഞി കഴിക്കുന്നതിന്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.